അരുണാചൽ പ്രദേശിലെ ക്രിസ്ത്യാനികൾ നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയും ധർണ നടത്തുകയും ചെയ്യും. അരുണാചൽ പ്രദേശ് റിലീജിയസ് ഫ്രീഡം ആക്ട് എടുത്തുകളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് നാളെ നടക്കുവാൻ പോകുന്നത്. പ്രമുഖ ക്രൈസ്തവ സഭകളുടെ എല്ലാം പൊതുവേദിയായ അരുണാചൽ ക്രിസ്ത്യൻ ഫോറമാണ് പ്രതിഷേധ സമരങ്ങളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. 46 വർഷം മുമ്പ് അരുണാചൽ പ്രദേശിൽ പാസാക്കിയ ഒരു നിയമമാണ് അരുണാചൽ പ്രദേശ് റിലീജിയസ് ഫ്രീഡം ആക്ട്. അതായത് അരുണാചൽ പ്രദേശിലെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിയമം. പക്ഷെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന നിയമം എന്ന പേരുണ്ടെങ്കിലും ക്രൈസ്തവരുടെ വളർച്ചയെ തടയുന്നതിന് വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു നിയമമായിരുന്നു ഇത്. എന്നാൽ കഴിഞ്ഞ 46 വർഷമായി ഈ ബില്ല് കാര്യമായ നടപടികളൊന്നുമില്ലാതെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതിനെ പുനർജീവിപ്പിച്ച് പുതിയ നിയമങ്ങൾ പാസാക്കി ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അരുണാചൽ പ്രദേശിൽ ക്രൈസ്തവരുടെ വളർച്ചയെ തടയുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അരുണാചൽ ക്രിസ്ത്യൻ ഫോറം ആരോപിക്കുന്നത്. നാളെ മുതൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ BJPയുടെ പേമ ഖണ്ഡുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പുതിയ നിയമങ്ങൾ പാസാക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് അരുണാചലിലെ ക്രൈസ്തവർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഓർക്കുക, അരുണാചൽ പ്രദേശിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള മതവിഭാഗം ക്രൈസ്തവരാണ്. കഴിഞ്ഞ 50 വർഷം കൊണ്ട് അരുണാചൽ പ്രദേശിൽ ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശ കണക്കുകൾ അനുസരിച്ച് 40%-നും 50%-നും ഇടയിൽ ക്രൈസ്തവർ അരുണാചൽ പ്രദേശിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഔദ്യോഗിക രേഖകൾ പ്രകാരം 2011 കണക്കുകൾ പ്രകാരം 30%-നടുത്താണ് ക്രൈസ്തവരുടെ അംഗസംഖ്യ. രണ്ടാമതുള്ള ഹൈന്ദവ വിഭാഗത്തിൽ 29% മാത്രമാണ് ജനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ആ നിലയിൽ തന്നെ ഒന്നാമത് നിൽക്കുന്ന മതവിഭാഗമാണ് ക്രൈസ്തവർ. 2011 ശേഷം കഴിഞ്ഞ 14-15 വർഷങ്ങൾ കൊണ്ട് ക്രൈസ്തവ സഭ കൂടുതൽ ശക്തി പ്രാപിക്കുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഏകദേശം സംസ്ഥാനത്തെ 14 ലക്ഷം വരുന്ന ജനങ്ങളിൽ പകുതിയിലധികവും ക്രൈസ്തവരായി മാറ്റപ്പെട്ടു എന്നാണ് ഈ ക്രിസ്തീയ സമൂഹങ്ങൾ അവകാശപ്പെടുന്നത്. ഈ വലിയ നിലയിലുള്ള വളർച്ച തന്നെയാണ് എതിരാളികൾക്ക് ക്രൈസ്തവർക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുവാനുള്ള പ്രേരണയായി മാറുന്നതും. 46 വർഷം മുമ്പ് പാസാക്കിയ അരുണാചൽ റിലീജിയസ് ഫ്രീഡം ആക്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇൻഡിജിനസ് ഫെയ്ത്ത് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി എന്ന പ്രസ്ഥാനമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അവരുടെ പരാതി പരിഗണിച്ച ഹൈക്കോടതി ഗവൺമെന്റിനോട് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അനുബന്ധ നിയമങ്ങൾ കൊണ്ടുവരുവാനായിട്ട് നിർദ്ദേശിക്കുകയായിരുന്നു. അതനുസരിച്ചാണ് BJP ഗവൺമെന്റ് വളരെ പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുവാനും 1978 പാസാക്കിയ നിയമത്തെ പ്രാബല്യത്തിൽ വരുത്തുവാനുമായി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവരുടെ വളർച്ചയെ തടയുവാൻ വേണ്ടിയുള്ളതാണ്, ക്രൈസ്തവ വിഭാഗങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ക്രൈസ്തവരെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും ഏത് സാഹചര്യം വന്നാലും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്ന് തീരുമാനമെടുക്കുകയുമായിരുന്നു. അതനുസരിച്ച് ഫെബ്രുവരി മാസം 17-ാം തീയതി ജനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിച്ചുകൂടുകയും 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉപവാസ സമരം അതൊരു ഉപവാസ പ്രാർത്ഥനയായി തന്നെയാണ് അവർ നടത്തിയത്. ക്രിസ്തീയ ഗാനങ്ങൾ ആലപിക്കുകയും ആരാധനകൾ പോലെ ഒന്നിച്ചുകൂടി അവർ പാട്ടും പ്രാർത്ഥനയും ഒക്കെയായി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഒന്നിച്ച് ഉപവാസ പ്രാർത്ഥനകൾ തുടർമാനമായിട്ട് പിന്നീടും നടന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ മാർച്ച് 6-ാം തീയതി ഈ ആവശ്യത്തിന് വേണ്ടി നിയമസഭ സമ്മേളിക്കുകയും ചർച്ച ചെയ്യാനും പോകുമ്പോൾ വളരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങുവാനാണ് ക്രൈസ്തവർ ഒന്നിച്ച് തീരുമാനമെടുത്തിരിക്കുന്നത്. നാളെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയും തുടർന്ന് ടെന്നീസ് സ്റ്റേഡിയത്തിൽ ധർണ നടത്താനുമാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള അനുമതിക്കായി ജില്ലാ ഭരണകൂടത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു അനുമതി അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അനുമതി ലഭിച്ചാലും ഇല്ലെങ്കിലും തങ്ങൾ സമരവുമായി മുൻപോട്ട് പോകുമെന്നാണ് അരുണാചൽ ക്രിസ്ത്യൻ ഫോറത്തിന്റെ ലീഡേഴ്സ് പറയുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ ഈ നിയമം പാസ്സാക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മണിപ്പൂരിൽ
കഴിഞ്ഞ ചില നാളുകളായി നടക്കുന്ന കലാപത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു ഉത്തരവാണ്. ആ ഉത്തരവിനെ അടിസ്ഥാനമാക്കി മെയ്തി വിഭാഗവും കുക്കി വിഭാഗവും തമ്മിലുള്ള പോരാട്ടങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളാണ്, കലാപങ്ങളാണ് അവിടെ നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ അരുണാചൽ പ്രദേശിലും സ്വസ്ഥമായ ജീവിതം നയിച്ചിരുന്ന ജനവിഭാഗങ്ങളെ പല തട്ടുകളിലാക്കി തിരിക്കുന്ന തരത്തിലുള്ള നിയമ നടപടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നാണ് അരുണാചൽ ക്രിസ്ത്യൻ ഫോറത്തിന്റെ പ്രവർത്തകർ ആരോപിക്കുന്നത്. പുതുതായി നടപ്പിലാക്കുവാൻ പോകുന്ന ഈ നിയമം അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവരുടെ ജനാധിപത്യ അവകാശങ്ങളും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്ന തരത്തിലുള്ള നീക്കങ്ങൾക്കാണ് കാരണമാകുക എന്ന് ഞങ്ങൾ സംശയിക്കുന്നതായി ACFന്റെ പ്രസിഡന്റ് ഥർ മിരി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനിടെ ACFന്റെ നേതാക്കളും സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ പക്ഷേ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകാതെ ഇരുപക്ഷവും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. നിയമം റദ്ദാക്കുകയില്ല, എന്നാൽ ക്രൈസ്തവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ആവശ്യമായ മാറ്റങ്ങൾ ഈ നിയമത്തിൽ വരുത്തുകയും ചെയ്യാമെന്നാണ് ആഭ്യന്തരമന്ത്രി മാമാ നദ്ദൂന്ന് സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ജനങ്ങളുടെ അടിസ്ഥാന ജീവിതത്തിലും അവരുടെ സ്വഭാവത്തിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ തന്നെ വലിയൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകുമ്പോൾ ജനക്കൂട്ടം ഏത് നിലയിൽ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും ആ ദേശത്തെ ജനങ്ങളുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും ഭംഗം വരുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാകാതിരിക്കേണ്ടതിന് സമാധാനപരമായ അന്തരീക്ഷത്തിൽ ക്രൈസ്തവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അത് അധികാര സ്ഥാനങ്ങളുടെയും ഗവൺമെന്റിന്റെ മറ്റ് സംവിധാനങ്ങളുടെയും കണ്ണു തുറപ്പിക്കുകയും ചെയ്യട്ടെ. സ്വസ്ഥമായ നിലയിൽ അവിടെ സഭകൾക്ക് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.